ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ പ്രഭയായി നിലച്ചതല്ല എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. താൻ ആരാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ്, അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കോച്ച് പർച്ചായോ കെ ഉസ് പാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീഫ വഴിയാണ് ഈ ഒരു സീരീസ് പിന്നെ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വൈറ്റ് റോസ് എന്ന് പറഞ്ഞൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് വഴി ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇന്ന് ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു ഹിന്ദി ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഭൂൽ ഭുലയ്യ 3 എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സ്വർഗവാസൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. RJ ബാലാജി, സാനിയ അയ്യപ്പൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി സീരീസാണ്. ഡോക്ടേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഒരു സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പാനിഷ് മൂവിയാണ് യുവർ ഫോൾട്ട് എന്ന സിനിമ. മൈ ഫോൾട്ട് എന്ന സിനിമയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് രാജമൗലിയുടെ ഒരു ഡോക്യുമെന്ററി മൂവിയാണ്. RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്നാണ് ഈ ഒരു മൂവിയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു ഡോക്യുമെന്ററി മൂവി തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് പ്രഭയായി നിലച്ചതല്ല എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് എന്താ നോക്കാം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, നമ്മുടെ ദിവ്യപ്രഭ, കനി കുസൃതി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കാൻ ചലച്ചിത്ര മേഖലയിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയാണ്. വിവാദമായ സിനിമ കൂടിയാണ്. ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്. വിവാദമായത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദിവ്യപ്രഭയുടെ കുറച്ച് ഇന്റിമേറ്റ് സീനും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് വിവാദമായി മാറാൻ കാരണം തന്നെ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രഭയായി നിലച്ചതല്ല എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജനുവരി മാസം 3-ാം തീയതി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യും. അടുത്ത ആഴ്ച OTT റിലീസ് ചെയ്തുള്ള അവർ ഒഫീഷ്യലി പുറത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു സിനിമ എന്നാണ് OTT റിലീസ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ്, അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സ്ക്വിഡ് ഗെയിം സീസൺ 2യുടെ ഈ സീരീസ് റിലീസ് ചെയ്തിരുന്നു. ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കുക. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവീസ് സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.